എന്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഒരു മകൻ ആദ്യമായി ശമ്പളം വാങ്ങിയിട്ട് ആ ശമ്പളം തന്നെ ഇതുവരെ എത്തിച്ച് അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച നിമിഷം ജീവച്ഛവമായി കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് എത്തേണ്ടി വരിക ഏത് മകനും മകൾക്കും ഭർത്താവിനുമൊക്കെ ഒരിക്കലും താങ്ങാൻ കഴിയാത്തൊരു സങ്കടം നമ്മുടെ പിടിപ്പുകേട് കൊണ്ടുണ്ടായിപ്പോയി എന്നതാണ് ഏറ്റവും വലിയ സങ്കടം. തീർച്ചയായും സിസ്റ്റം പരാജയപ്പെട്ടു എന്ന് ആരോഗ്യമന്ത്രിക്ക് കൈകഴുകാം. പക്ഷേ എത്ര ദാരുണമാണ്. സ്റ്റേറ്റ് ഉത്തരം പറയേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന് നാട് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. തലയോലപ്പറമ്പിലെ വീട്ടിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. അവിടേക്ക് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം 11 മണിയോടെ മൃതദേഹം സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയുടെ വേർപാടിൽ വെന്തുരുകുകയാണ് മക്കളും ബന്ധുക്കളും ആ നാട്ടുകാരുമെല്ലാം. നെഞ്ചു തകർക്കുന്നുണ്ട്. ഈ കാഴ്ചകൾ ഉള്ളുലയ്ക്കുന്നുണ്ട്. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി, ഒപ്പം സ്നേഹ മോൾ നൈനാനും. ശ്യാം, സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? സംസ്കാര ചടങ്ങുകളിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? MLA എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും മറ്റ് പൊതുപ്രവർത്തകരും മാത്രമാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ മന്ത്രിമാരോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ ആ കുടുംബത്തെ ഒന്ന് കാണാനോ മറ്റോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ആളുകളും എത്തിയിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇന്നലെ MLA ആ മൃതദേഹത്തിനൊപ്പം ആ ആശുപത്രിയിലെത്തിയിരുന്നു. അതിനുശേഷം ഈ വീട്ടിൽ സന്ദർശിച്ച് മടങ്ങി ഇന്നിപ്പോൾ ഇവിടെ ഈ പൊതുദർശന സ്ഥലത്ത് MLA എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആരും തന്നെ തങ്ങളെ കണ്ടില്ല, ഒരാശ്വാസവാക്ക് പങ്കുവച്ചില്ല എന്ന് ഈ ബന്ധുവിൻ്റെ ഭർത്താവ് വിശ്രുതനും പറഞ്ഞു. ഒരു നാടും ഒരു കുടുംബവും ഒന്നടങ്കം തേങ്ങുകയാണ്. നമ്മുടെ സംവിധാനത്തിൻ്റെയൊക്കെ ആകെ പാടിച്ച കൊണ്ട് സംഭവിച്ച ഒരു മരണം. ആ മരണത്തിലൂടെ നഷ്ടമായത് ഒരു കുടുംബത്തിനാണ്. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്. ആ കുടുംബത്തിൻ്റെ ജീവനും ജീവിതവും ഒക്കെ കൊണ്ടു നടന്നത് ബിന്ദുവാണ്. ബിന്ദുവിലൂടെയാണ് ആ കുടുംബം മുന്നോട്ട് നീങ്ങിയത്. ആ മക്കളെ രണ്ടുപേരെയും തൻ്റെ ആ ചെറിയ വരുമാനത്തിലൂടെ പഠിപ്പിച്ചു. മകൾ ഇപ്പോൾ നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. മകൻ എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ ഒരു കൊച്ചിയിലെ ഒരു സ്ഥാപനത്തിൽ ഡെലിവറി ജോലി ചെയ്യുകയാണ്. തുച്ഛമായ ശമ്പളമാണ്. ആ ശമ്പളം അമ്മയ്ക്ക് നൽകുവാനായി എത്തിയതാണ്. ആ ശമ്പളം വാങ്ങി അച്ഛനോട് പറഞ്ഞ് അത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ അമ്മയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഇനി ആ കുടുംബം ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. അല്പം മുമ്പ് ആ മകൻ ഉൾപ്പെടെയുള്ളവർ ഈ അമ്മയുടെ മൃതദേഹത്തിനടുത്തേക്ക് എത്തിയപ്പോൾ കണ്ണ് കലങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ആകെ വിതുമ്പി അമ്മയ്ക്ക് മുമ്പാകെ അവൻ ഇനി എന്ത്, ഞങ്ങൾക്കിനി ആര്, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരു ഇരുട്ടിലേക്ക് പോകുന്നു എന്ന് തന്നെ വേണം പറയാൻ. ആ രീതിയിലാണ് ഈ വീടിൻ്റെ കാവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ബിന്ദുവിനെ പറയാം. കേവലം തുച്ഛമായ വരുമാനം കൊണ്ട് ഒരു കുടുംബത്തെ ഒന്നടങ്കം. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ കണ്ണീർ കാഴ്ചകൾ സഹിക്കാവുന്നതിനും അപ്പുറമാണ്, ഹൃദയഭേദകമാണ്. ഇപ്പോൾ KPCC സംഘം കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു.